നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളിൽ ഒരു ഭക്ഷണമാണ് നമ്മുടെ വെള്ളാപ്പം സ്റ്റൂ ട്ടോ. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മമ്മി എനിക്ക് വെള്ളാപ്പം സ്റ്റൂ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ മമ്മിയും കൂടിയിട്ട് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നിന്നുള്ള കാലത്ത് കുർബാന കണ്ടിട്ട് നേരെ പോയത് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ തൊട്ടടുത്തുള്ള വെള്ളാപ്പങ്ങാടിയിലേക്കാട്ടാ. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളയപ്പവും പിന്നെ ഒരു വട്ടയപ്പവും മേടിച്ചുട്ടാ. ഞാനാണെങ്കിൽ വെള്ളപ്പങ്ങാടിയിലേക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. തൃശ്ശൂരൊക്കെ ജനിച്ച് വളർന്ന് ഞാൻ ആദ്യമായിട്ടാണ് വെള്ളയപ്പങ്ങാടിയിൽ നിന്ന് വെള്ളയപ്പം മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് എനിക്കൊരു നാണക്കേട് തന്നെയാട്ടാ. ഈ വെള്ളയപ്പങ്ങാടിയിലെ വെള്ളയപ്പവും വട്ടയപ്പവും മാത്രല്ലാട്ടാ, കൊള്ളപ്പും അച്ചപ്പും പിന്നെ ഉണ്ണിയപ്പവും കിട്ടൂട്ടാ. അങ്ങനെ ഞങ്ങൾ വെള്ളയപ്പം മേടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പലചരക്ക് കടയിൽ കയറി ടിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സബോളയും ഉരുളൻകിഴങ്ങും തക്കാളിയും ബീൻസും പിന്നെ കുറച്ച് ക്യാരറ്റും മേടിച്ചുട്ടാ. ഇത്ര നാളായിട്ട് ടിസ്റ്റ് ഉണ്ടാക്കാൻ അറിയാത്ത കാരണം എനിക്കിന്ന് മമ്മീനെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലേട്ടാ. പക്ഷെ ഞാൻ കുറച്ച് നാളേരൊക്കെ ചിരണ്ടി കൊടുത്തു. പിന്നെ അതുകൂടാണ്ട് കുറച്ച് വേപ്പിന്റെ ഇല പൊട്ടിച്ചു കൊടുത്തു. ആ വേപ്പിന്റെ ഇല പൊട്ടിക്കാൻ പോയപ്പോഴാണ് മനുഷ്യരെക്കാളും കൂടുതൽ കിളികളാണ് വേപ്പിന്റെ ഇല തിന്നണമെന്ന് എനിക്ക് മനസ്സിലായതിട്ടാ. എനിക്ക് കുറച്ച് എരിവുള്ള ഇഷ്ടമാണ് ഇഷ്ടമെങ്കിലും മമ്മി അതിൽ കസ്റ്റഡി മുന്തിരിയൊക്കെ ഇടാറുണ്ടാ. പക്ഷെ മമ്മി എങ്ങനെ ഇഷ്ടം ഉണ്ടാക്കിയാലും ഞാനൊരു പരാതിയും കൂടാണ്ട് അത് കഴിക്കാറുണ്ട് കേട്ടാ. നമ്മുടെ അമ്മമാരുടെ കൂടെ അടുക്കളയിൽ നിന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കണതിന്റെ ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാട്ടാ. വെള്ളയപ്പം സ്റ്റൂം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഗ്ലാസ് ചായയും കുടിക്കാനായിട്ട് ഇഷ്ടാട്ടാ. പക്ഷെ എന്റെ വീട്ടില് ചായ ഒട്ടും ഇഷ്ടമില്ലാത്തത് എന്റെ അനിയനാട്ടാ. ഈ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലന് കാണാണ്ടാവുന്ന അവൻ പറയണേ. പക്ഷെ എനിക്കൊക്കെ ഈ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇമോഷൻ തന്നെയാട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാട്ടാ.